മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ രൂപ പ്രമോദ്, വാത്സല്യം പ്രീ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഞാൻ സ്കൂള് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ഇയേഴ്സായി. ഇവിടെ എൻ്റെ കൂടെ 5 സ്റ്റാഫുണ്ട്, ഒരു ടീച്ചറും 4 ചേച്ചിമാരും കുട്ടികളെ നോക്കാനായിട്ട്. ഇവിടെ കുട്ടികളെ ലിമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കാരണം ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രാവിലെ 8:30 മുതൽ ഈവനിങ് 7 o'clock വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. വാൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ഒരു ചേച്ചി, നമ്മളുടെ ഇവിടുത്തെ ഒരു ചേച്ചി വാനിൽ പോയി കുട്ടികളെ ഇരുത്താനൊക്കെ ആയിട്ട് വാനിൽ പോയിട്ട് തിരിച്ചു വരും. കുറച്ച് കുട്ടികളെ പേരൻസ് ഡ്രോപ്പ് ചെയ്യും. പേരൻസ് ഓൺ ദ വേ ടു ഓഫീസ്, അവർ ഓഫീസിൽ പോകുന്ന വഴിക്ക് കുട്ടികളിവിടെ ഡ്രോപ്പ് ചെയ്യും. രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ സമയം കളിക്കാനുള്ള സമയമാണ്. രാവിലെ ബ്ലോക്സും പസിൽസും ചെറിയ ചെറിയ വെഹിക്കിൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഓടിച്ച് അവർ കളിക്കും. എല്ലാ കുട്ടികളും എത്തുമ്പോഴത്തേക്കും ഒരു 10:30 ആവും. 10:30 ആകുമ്പോഴത്തേക്കും നമുക്ക് മോർണിംഗ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ തന്നെയാണ് കുട്ടികൾ ക്ലാസ് എടുക്കുന്നത്. ഒരു ടീച്ചർ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനുണ്ട്, ആ കുട്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസംബ്ലിയിൽ നമ്മൾ കിൻഡർ ഗാർഡൻ സ്കൂൾസിലെ പോലെ രാവിലെ തന്നെ അസംബ്ലിയിൽ വരുന്ന സംഗതികൾ, ആദ്യം പ്രയർ, പിന്നെ എക്സസൈസസ്, അതിനുശേഷം പാട്ടുകൾ, നഴ്സറി റൈംസ് വിത്ത് ആക്ഷൻ പാട്ടുകൾ പാടും. എല്ലാ ദിവസവും കുറേ പാട്ടുകൾ പാടും. പിന്നെ കൊച്ചു കൊച്ചു കഥകൾ, മോറൽ സ്റ്റോറീസ് വരുന്ന കഥകൾ, ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അസംബ്ലിയിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ ചെറിയ GK, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ആനിമൽസ്, ഇവയെല്ലാം ഓരോന്നും കാണിച്ച് കുട്ടികളെ അതിൻ്റെ കളർ കോൺസെപ്റ്റ് ഇതെല്ലാം അസംബ്ലിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കുറച്ച് സമയം നമ്മളോടൊപ്പം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയാനും, അവർ പേരൻസിൻ്റെ കൂടെ എവിടെയൊക്കെ ഔട്ടിങ്ങിന് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയം കൂടെ നമ്മൾ അസംബ്ലിക്ക് ശേഷം കൊടുക്കാറുണ്ട്. നമ്മളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ നമ്മളോടൊപ്പം തന്നെ കുട്ടികൾ അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം. അസംബ്ലിക്ക് ശേഷം പിന്നെ അവർക്കൊരു സ്നാക്ക് ബ്രേക്കാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ കുട്ടിയുടെ ഇഷ്ടം വ്യത്യസ്തമാണല്ലോ, അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ട് അവർക്ക് കഴിക്കാനായിട്ട് നമ്മൾ ചേച്ചിമാരും ടീച്ചറും നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് അവർ കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. പക്ഷേ നമ്മളൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരത്തോട് ഇഷ്ടത്തോടു കൂടി തന്നെ അവർ കഴിക്കണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലും അവർ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാലൻസ് ബോക്സിൽ തന്നെ നമ്മൾ വെക്കും. കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എത്രത്തോളം ഫുഡ് കഴിച്ചു, ബാക്കി എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ കളയാറില്ല. അത് കഴിഞ്ഞിട്ട് അസംബ്ലി കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്ക് ബ്രേക്കും കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് അടുത്തത് ഒരു ക്ലാസ്സാണ്. അതായത് സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം കൊച്ചു കുട്ടികളെ മാറ്റിയിട്ട് അവർക്ക് വേറൊരു സെഷനുണ്ട്, അവർക്ക് കളിക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് കളിപ്പിക്കും. ഇപ്പുറത്ത് അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ളതിൻ്റെ തയ്യാറെടുപ്പിനുള്ള നമ്മളുടെ ലെസൺ പ്ലാൻ അനുസരിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ രാവിലെ അസംബ്ലിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ കളറിങ് വർക്ക്ഷീറ്റിൽ കൂടിയാണ് നമ്മൾ കുട്ടികളെ ഓരോന്നും മനസ്സിലാക്കുന്നത്. ഈ കളറിങ് വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഫിംഗേഴ്സ് ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ അവർക്കിനി LKGയിൽ ചെല്ലുമ്പോൾ എഴുതാനായിട്ട് ലെറ്റേഴ്സ് എല്ലാം എഴുതാനായിട്ട് എളുപ്പമാവും. കൂടാതെ കളർ കോൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ബനാനയ്ക്ക് യെല്ലോ കൊടുക്കണം, ആപ്പിളിന് റെഡ് കൊടുക്കണം, ഒരു ട്രീക്ക് കൊടുക്കേണ്ട കളേഴ്സ് ബ്രൗണും ഗ്രീനും, ട്രങ്കിന് ബ്രൗൺ, ലീവ്സിന് ഗ്രീൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ഈ കളറിങ്ങിൽ കൂടി അവർക്ക് കിട്ടും. അതോടൊപ്പം വിരലുകൾ ഫ്ലെക്സിബിൾ ആവുന്നതോടെ അവർക്ക് LKGയിലുള്ള എഴുതിക്കാൻ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, കുട്ടികൾക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഹാഫ് ആൻ അവർ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തന്നെ കുട്ടികൾക്ക് പിന്നെ 12:30 ആകുമ്പോൾ വാൻ ഡ്രൈവർ വരും നമ്മുടെ. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വെള്ളമെല്ലാം കൊടുത്ത് അവരെ ഷൂസെല്ലാം ഇടിയിച്ച് റെഡിയാക്കി നിർത്തുമ്പോഴത്തേക്കും 12:30 കുറേ കുട്ടികൾ, വാൻ ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ടുള്ള കുറേ കുട്ടികൾ വാനിൽ പോവും. പിന്നെ പേരൻസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് കളിക്കാനുള്ള ടോയ്സ് എല്ലാം വീണ്ടും കൊടുക്കും. 1 മണിക്കുള്ളിൽ ഉച്ച വരെ എടുത്തിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ പേരൻസിൻ്റെ കൂടെ 1 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകും. പിന്നെ നമുക്ക് കുറച്ച് കുട്ടികൾ ഈവനിങ് വരെ ഇരിക്കാൻ, വീട്ടിലെ പേരൻസ് 2 പേരും വർക്കിംഗ് ആണ്, വീട്ടിൽ വേറെ ആരും ഇല്ല നോക്കാൻ എന്നുള്ള കുട്ടികൾക്ക് നമ്മൾ ഡേ കെയർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഈവനിങ് വരെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് 1 o'clock ആകുമ്പോൾ അവർക്ക് ലഞ്ച് ടൈമായി. ലഞ്ച് കുറച്ച് കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും,
പിന്നെ നമുക്ക് ലഞ്ച് ഫെസിലിറ്റി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം ഒരു ചേച്ചി ഡെയിലി വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം അവർക്കും കൂടി ആവശ്യമുള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് വെജിറ്റേറിയൻ ഫുഡാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല നോൺ വെജ് കൊടുക്കാത്തതുകൊണ്ട് അവർ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുകയും കഴിയുന്നതും പച്ചക്കറികൾ നമ്മൾ ഓർഗാനിക് വെജിറ്റബിൾസ് തന്നെ വാങ്ങിയിട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് അവർ ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ബെഡെല്ലാം വിരിച്ചിട്ട് ഒരു താരാട്ട് പാട്ടൊക്കെ നമ്മൾ CD യിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടീച്ചർ കൂടെ ഇരുന്നിട്ട് കുട്ടികളെല്ലാം ഉറക്കും. 2-3 കുട്ടികൾ ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ നിർബന്ധിക്കാറില്ല. അവർ പുറത്തിരുന്ന് കളിക്കുകയോ ബുക്ക് നോക്കുകയോ പടങ്ങൾ നോക്കുകയോ ഒക്കെ ചെയ്യും ചേച്ചിമാരുടെ കൂടെ. ഉറങ്ങി ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും കുട്ടികൾ എണീക്കും. എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് കഴിക്കാനുള്ള ടൈമാണ്. അതവർ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഈവനിങ് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേരൻസ് കൊണ്ടുപോകാനായിട്ട് വരും. ചില കുട്ടികളെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങും. 4:30 മണി 5 മണി 5:30 അങ്ങനെ. പിന്നെ കുറച്ച് കുട്ടികളുള്ളത് നമുക്ക് 6 മണി 6:30 വരെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈവനിങ്ങിൽ വീണ്ടും ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് പറയാനുള്ളതും കുറച്ച് കഥകളും പിന്നെ കുറച്ച് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. നമ്മുടെ തന്നെ ഇവിടുന്ന് LKG യിലേക്ക് പോയി തിരിച്ച് അവർ നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് ഈവനിങ്ങിൽ പോകുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ സ്കൂളിലെ വിശേഷങ്ങളും അവരുടെ കളികളും കഥകളും ഒക്കെ കേട്ട് കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ അപ്പോഴേക്കും 6:30 ആകുമ്പോഴത്തേക്കും തന്നെ എല്ലാ കുട്ടികളും തന്നെ പോയിട്ടുണ്ടാവും. പോകുന്നവരെ നമ്മുടെ ചേച്ചിമാർ അവസാനം തന്നെ 3 പേര് പിന്നെയും ഉണ്ടാവും നമുക്ക് കുട്ടികളുടെ കൂടെ. അപ്പം പോയി കഴിഞ്ഞിട്ട് അവരും വീട്ടിലേക്ക് പോകും. 6:30 മണി ആകുമ്പോഴത്തേക്കും ഇപ്പം കുട്ടികൾ 6:30 മണി വരെ സമയം എടുത്തിട്ടുള്ളൂ. 7 മണി വരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി 7 മണി വരെ വേണമെങ്കിലും നമ്മൾ ആ സമയം കൊടുക്കാനായിട്ട് തയ്യാറാണ്. LKG യിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ വർഷാവസാനം ഒന്നിച്ചു പോകുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. അവരൊന്നിച്ചങ്ങ് പോവും. പിന്നെ പുതിയ കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്ന് നമ്മളടുത്ത് ചേരുകയാണ്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. പേരൻസിന് പ്ലേ സ്കൂളിൽ വിടാനായ സമയമായി എന്ന് തോന്നുമ്പോൾ 2 വയസ്സിലും 2.5 വയസ്സിലും 3 വയസ്സിലും ഒക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇവരൊന്നിച്ച് ഒരു ഗ്രൂപ്പ് അങ്ങ് പോവും. പിന്നെയും ഓരോ കുട്ടികൾ വന്നിട്ട് നമ്മളടുത്ത് ചേർന്നുകൊണ്ടിരിക്കും. നമ്മളങ്ങനെ ഒരു മാക്സിമം ഒരു 40 കുട്ടികളെ വരെയാണ് നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. കല്യാണമെല്ലാം കഴിഞ്ഞ് മോള് LKG യിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മോൾക്ക് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. മോൾ ഭാവൻസിൽ ആദർശയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം മോളുടെ ടീച്ചറോട് മോൾക്ക് വളരെ അടുപ്പവും സ്കൂളിൽ പോകാനുള്ള താല്പര്യവും കണ്ടപ്പം എനിക്കും തോന്നി ഇത് കൊള്ളാമല്ലോ. ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ സ്നേഹം പിടിച്ചു പറ്റാനും അവരുടെ ഒപ്പം ചിലവഴിക്കാൻ സമയവും ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷമായിട്ടിരിക്കാമല്ലോ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാമല്ലോ എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഏത് കോഴ്സ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ടീച്ചർ ആവാം എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ ഭാവൻസിൻ്റെ തന്നെ NTTC എന്ന് പറയുന്ന നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എറണാകുളത്ത് TD റോഡിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 1 ഇയർ കോഴ്സാണ്. അത് BEd പോലെ തന്നെ ഒരു കോഴ്സാണ്. പക്ഷേ കൊച്ചുകുട്ടികളുടെ NTTC ആയതുകൊണ്ട് ഒരുപാട് പ്രൊജക്ട്സും ഒരുപാട് കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഒരു വർഷം നല്ലോണം നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഭാവൻസിൻ്റെ തന്നെ പല ബ്രാഞ്ചസിൽ അവർ വിടുകയും അവിടെ ക്ലാസ് എടുക്കുകയും നമ്മുടെ ക്ലാസ് അസസ് ചെയ്യാനായിട്ട് അവിടുത്തെ മാഡം ഉണ്ടായിരുന്നു. അവർ മാർക്കിടുകയും അങ്ങനെ ഒരു വർഷം ആ കോഴ്സ് ചെയ്തപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്കൂളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് കലൂരുള്ള അല്ലമീൻ സ്കൂളാണ്. കലൂരാണ്. അപ്പോൾ അതൊരു വെക്കേഷൻ ടൈമായിരുന്നു. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു 2 വീക്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കാക്കനാട് രാജഗിരിയുടെ ഒരു ബ്രാഞ്ചുണ്ട്, ക്രിസ്തു ജയന്തി സ്കൂൾ. അപ്പം അവിടെ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തോന്നി. അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. അന്ന് തന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് തന്നെ ജോലിയിൽ പ്രവേശിച്ചു. പിറ്റേ ദിവസം മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി രാജഗിരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മോൾ അപ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരുന്നു ഭാവൻസിൽ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഫാദർ തോമസ് ഉണ്ടായിരുന്നു. ഫാദറിനോട് ചോദിച്ചു, ഫാദർ മോൾക്കും കൂടെ അഡ്മിഷൻ ഇവിടെ കിട്ടുവാണെങ്കിൽ ഒന്നിച്ച് ഞങ്ങൾക്ക് വരായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു ഒരു പ്രയാസവും ഇല്ല, മോൾക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഭാവൻസിൽ നിന്ന് നേരെ രാജഗിരിക്ക് അഡ്മിഷൻ എടുത്തു. പിന്നെ ഞങ്ങൾ പോക്കും വരവൊക്കെ ഒന്നിച്ചായിരുന്നു. ഒരു 3 വർഷം ഞാൻ രാജഗിരിയിൽ വർക്ക് ചെയ്തു ക്രിസ്തു ജയന്തിയിൽ. അത് LKG ക്ലാസ് ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പുതിയ കാര്യങ്ങൾ രാജഗിരിയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് റീറ്റ മാഡവും നല്ലോണം ട്രെയിനിങ് തന്നിരുന്നു. അത് ആ സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും പിന്നീടാണ് അതിൻ്റെ പ്രയോജനങ്ങൾ മനസ്സിലായത്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്വന്തമായിട്ടൊരു പ്രീ സ്കൂളിംഗ് തുടങ്ങിയാൽ എന്താണ്
എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഫാമിലി നല്ലോണം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടി തന്നെ ഒരു പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്ലേ സ്കൂൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പടമുകൾ സാറ്റലൈറ്റ് ടൗൺഷിപ്പിലാണ്. ഒരു വീട് റെൻറ്റിനെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാവും, ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, ഇത് ക്ലിക്കാവോ എന്നെല്ലാം നോക്കണമല്ലോ. അപ്പം തുടക്കത്തിൽ ഒരു വീട് റെൻറ്റിനെടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എൻ്റെ കൂടെ വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണിത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 5 വർഷം അവിടെ അങ്ങനെ പ്ലേ സ്കൂൾ നടത്തി. അതിനുശേഷം വിചാരിച്ചു വീട്ടിൽ തന്നെ ആണെങ്കിൽ മുകളിലേക്ക് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് വീടിൻ്റെ മുകളിൽ തന്നെ ആണെങ്കിൽ ഇവിടുത്തെ കുറച്ചും കൂടി സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ ഇൻഫോ പാർക്കിലുള്ള പാരൻസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ അവർക്ക് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനും വിളിക്കാനും ഒക്കെ ഇവിടെ ഒന്നുകൂടെ സൗകര്യമാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ നല്ല സ്ഥല സൗകര്യമുണ്ട്, വണ്ടി വരാനും തിരിച്ച് പോകാനും ഒക്കെ സൗകര്യമുണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ മുകളിലേക്ക് പണിതിട്ട് വാത്സല്യം ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 5 years കഴിഞ്ഞു. ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് വേണ്ട ഫീൽഡാണ്. നമുക്ക് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം തോന്നും നമുക്കൊരു പ്ലേ സ്കൂൾ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഡേ കെയർ തുടങ്ങിയാലോ എന്ന് പലരും പറയാറുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഏറ്റവും നല്ലത് ഇത് ഒരു വർഷത്തെ കോഴ്സ്, നല്ലൊരു കോഴ്സ് ചെയ്തിട്ട് നല്ല ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് കുറച്ച് ഇയേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മളെങ്ങനെ പാരൻസിനെ ഡീൽ ചെയ്യണം, കുട്ടികളുടെ മുഴുവൻ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തുടങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ കൂടെയുള്ള ഈ ലൈഫ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ വരാറുണ്ടല്ലോ. അപ്പോൾ ആ സ്ട്രെസ്സും എല്ലാം മാറിക്കിട്ടും. നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ കളിക്കുക, അവരുടെ കഥകൾ കേൾക്കുക. അത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്.